പരിചയപ്പെടുത്തുന്നത് മല്ലിയിലയെക്കുറിച്ചാണ്. ഇതിന് ആഫ്രിക്കൻ മല്ലി, ശീമമല്ലി, മെക്സിക്കൻ മല്ലി, നീളൻ മല്ലി, നിലം മല്ലി, കൊത്തമല്ലി എന്നീ പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. നീർവാർച്ചയുള്ള ഏതു മണ്ണിലും ആഫ്രിക്കൻ മല്ലി സമൃദ്ധമായി വളരുന്നുണ്ട്. ഇതിന് പ്രത്യേക പരിചരണമോ സംരക്ഷണമോ ആവശ്യമില്ല. സാധാരണ മല്ലിയിലേക്കാൾ ഇത്തിരി കടുത്ത രൂക്ഷഗന്ധം ഇതിന് അനുഭവപ്പെടാറുണ്ട്. സാധാരണ ഒരു മല്ലിച്ചെടി വളർത്തുന്നതിനുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒന്നും തന്നെ ഇതിനില്ല. അധികം വെയിലേൽക്കാത്ത സ്ഥലങ്ങളിൽ ഒരു തൈ നട്ടാൽ യാതൊരു പരിചരണവും കൂടാതെ തന്നെ ഈ ചെടി വളർന്നു വരുന്നുണ്ട്. ഇതിൻ്റെ നീളമുള്ള ഇലയുടെ ഇരുവശങ്ങളിലും മുള്ളുകൾ പോലെ കാണപ്പെടും. കൈതച്ചെടിയില്ലേ, അതിൻ്റെ ഇല പോലെ. ഇതിൽ ശാഖകളോട് കൂടിയ കതിരുകളും പൂക്കളും കാണാം. ഇതിൽ തന്നെ തേയ്കളും ധാരാളമായി കാണപ്പെടാറുണ്ട്. വിത്തുകൾ വീണും ധാരാളമായി തേയ്കൾ ഇതിന് ചുവട്ടിൽ മുളയ്ക്കാറുണ്ട്. തണ്ടുകൾ മുറിച്ചു നട്ടും നമുക്ക് ആഫ്രിക്കൻ മല്ലി കൃഷി ചെയ്യാം. ചെടിച്ചട്ടികളിലും ഗ്രോ ബാഗുകളിലും നമുക്ക് ആഫ്രിക്കൻ മല്ലി സമൃദ്ധമായി നട്ടു വളർത്താം. നല്ല മെഡിസിനൽ വാല്യുള്ള ഈ സസ്യത്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ചോ നട്ടുവളർത്തുന്ന രീതിയെക്കുറിച്ചോ ഇതിൻ്റെ ഔഷധ മൂല്യങ്ങളെപ്പറ്റിയോ അധികം പേർക്കും വലിയ ധാരണയില്ല. വിരശല്യത്തിനും ഇത് ഉത്തമമാണ്. ഒട്ടേറെ ഔഷധ മൂല്യമുള്ള ഈ മല്ലിച്ചെടി നിങ്ങളും നട്ടുവളർത്തുമല്ലോ. സാമ്പാറിലും രസത്തിലും ബിരിയാണിയിലും രുചി കൂട്ടുന്നതിനു വേണ്ടി നമ്മൾ മല്ലിയില ഉപയോഗിച്ചു വരുന്നുണ്ട്. പല്ലിൻ്റെ ആരോഗ്യത്തിനും വായ്നാറ്റം അകറ്റുന്നതിനും ഇതിൻ്റെ ഇലകൾ ചവച്ചരച്ച് കഴിക്കാവുന്നതാണ്. കരളിൻ്റെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുന്നതിനും ശരീരത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവിനെ കുറയ്ക്കുന്നതിനും ആസ്മ മുതലായ രോഗങ്ങൾക്കും ശരീരവേദനയ്ക്കും ഇതിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാവുന്നതാണ്. ഇതിൽ ധാരാളമായി കാൽസ്യം അടങ്ങിയിട്ടുണ്ട്, കരോട്ടിൻ അടങ്ങിയിട്ടുണ്ട്, ചില പ്രത്യേകതരം എസൻഷ്യൽ ഓയിലുകൾ അടങ്ങിയിട്ടുണ്ട്. കറികൾക്ക് രുചി കൂട്ടുന്നതിനും സുഗന്ധത്തിനും മസാലക്കൂട്ടുകൾക്ക് പകരമായും മല്ലിയിലയ്ക്ക് പകരക്കാരനായി ആഫ്രിക്കൻ മല്ലിയില ഉപയോഗിക്കാം. പനി, ഛർദി, വയറിളക്കം, പ്രമേഹം, ന്യൂമോണിയ, മലബന്ധം, ശരീരത്തിൽ നീർക്കെട്ട് എന്നിവയ്ക്ക് ഈ ചെടി സമൂലം തിളപ്പിച്ച് ഇതിൻ്റെ വെള്ളം ഔഷധമായി ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ ഇലകൾ കൊണ്ട് തയ്യാറാക്കുന്ന കഷായം നീർവീക്കത്തിന് സാധാരണയായി ആളുകൾ ഉപയോഗിച്ചു വരുന്നുണ്ട്. എൻ്റെ ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുതന്നെയായാലും കമൻറ്റുകളായി അറിയിക്കുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം.